നിറവിലേക്ക് സ്വാഗതം. നീതിമാന്മാരുടെ ചിന്തകളെയും വാക്കുകളെയും പരിശുദ്ധാത്മാവാണ് രൂപപ്പെടുത്തുന്നത്. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവ് ആരംഭിക്കാം. ഹണി ജോൺ ആലപിക്കുന്ന മെല്ലെ ഒന്ന് കണ്ണടച്ചാൽ എന്ന ഗാനമാണ് ആദ്യം. സുഖമീ ജന്മം നിഴൽ പോലെ എന്നൊപ്പം പകൽ മേഘമായി രാവേറി ചെല്ലുമ്പോൾ അഗ്നി തേജസ്സാം എൻ ജീവനാഥൻ എൻ സ്നേഹരാജൻ എന്നുള്ളിൽ തെളിയുന്നു പുതുജീവനായി. കണ്ണടച്ചാൽ ഉള്ളിൽ തെളിയുന്നു തിരുവോസ്തിയായി. അരികെ നീയൊന്നിരുന്നാൽ പറയാനാകാത്ത സുഖമീ ജന്മം. സുഖമീ ജന്മം. പറയാനാകാത്ത സുഖമീ ജന്മം. നിഴൽ
പറയാനാകാത്ത സുഖമീ ജന്മം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവാശ്രയം എത്രമാത്രം ഗുണം ചെയ്യുമെന്നുള്ള ചെറിയ ചിന്തയാണ് ബ്രദർ ബോണി ചെല്ലാനം ഇന്ന് നമുക്കായി പങ്കുവെക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. ഇന്ന് ഒരൊറ്റക്കണ്ണൻ രാജാവിൻ്റെ കഥ പറഞ്ഞ് തുടങ്ങാം. രാജാവ് തൻ്റെ രാജ്യത്തിലെ ചിത്രകാരന്മാരെല്ലാം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു വലിയ ചിത്രം രാജകൊട്ടാരത്തിനടുത്തുള്ള ദർബാർ ഹാളിൽ നല്ല രീതിയിൽ എല്ലാവർക്കും കാണുക വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നല്ല ചിത്രം വരയ്ക്കാനായിട്ട് ഞാൻ ഓരോ ചിത്രകാരന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. ആദ്യം രാജാവ് ഒരു ചിത്രകാരനെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ എൻ്റെ മനോഹരമായ ചിത്രം വരയ്ക്കണം. ദർബാർ ഹാളിൽ വെക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം. ഇല്ലെങ്കിൽ നിനക്ക് ശിക്ഷയുണ്ട്, അത് മരണശിക്ഷയാണ്. ചിത്രകാരന്മാർക്കെല്ലാം ആകുലതയായി. തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നാമത്തെ ചിത്രകാരൻ ആലോചിച്ചു, എങ്ങനെയാണ് രാജാവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചിത്രം വരയ്ക്കുക? രാജാവ് ഒറ്റക്കണ്ണനാണ്. ഒറ്റക്കണ്ണ് മാത്രമുള്ളൊരു രാജാവിനെ വരച്ചാൽ രാജാവിന് ഇഷ്ടപ്പെടാതിരുന്നാലോ? അതുകൊണ്ട് ചിത്രകാരൻ 2 കണ്ണുകളുള്ള രാജാവിനെ വരയ്ക്കാൻ തന്നെ തീരുമാനിച്ചു. 2 കണ്ണുകളുള്ള രാജാവിനെ വരയ്ക്കുമ്പോൾ രാജാവിന് സന്തോഷമാവുമല്ലോ. അങ്ങനെ 2 കണ്ണുകളുള്ള രാജാവിൻ്റെ ചിത്രം വരച്ചു. അത് ദർബാർ ഹാളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. എല്ലാ മനുഷ്യരും വന്ന് നോക്കി. ഉടനെ പലരും അഭിപ്രായം പറഞ്ഞു, ഇത് സത്യത്തിന് നിരക്കാത്തതല്ലേ? ശരിക്കും ഈ രാജാവിന് ഒറ്റ കണ്ണല്ലേ ഉള്ളൂ, ഇത് ശരിയാവില്ല. ഇത് കേട്ടപ്പോൾ രാജാവിനും കാര്യം ബോധ്യപ്പെട്ടു. ഉടനെ ഒന്നാമത്തെ ചിത്രകാരൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അയാൾ കൊല്ലപ്പെട്ടു. രണ്ടാമത്തെ ചിത്രകാരൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അയാൾ ചിന്തിച്ചു, രാജാവിന് ഇനി എന്താണ് ഇഷ്ടപ്പെടുക? നേരത്തെ ചിത്രകാരൻ 2 കണ്ണും വരച്ചപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല. എങ്കിൽ ഒറ്റ കണ്ണുള്ള രാജാവിനെ തന്നെ വരയ്ക്കാം. ധൈര്യം സംഭരിച്ച് ചിത്രകാരൻ ഒറ്റ കണ്ണുള്ള രാജാവിൻ്റെ ചിത്രം വരച്ചു. ആ ചിത്രവും ദർബാർ ഹാളിൽ വെച്ചു. ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഇതിങ്ങനെ ഒറ്റക്കണ്ണുള്ള രാജാവിനെ വരച്ചാൽ വരും തലമുറയെല്ലാം അറിയില്ലേ രാജാവിന് ഒറ്റ കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്? ഇത് ശരിയാവില്ല. ഇത് കേട്ടപ്പോൾ രാജാവ് ചിന്തിച്ചു, ശരിയാണല്ലോ, പിന്നാലെ വരുന്നവരെല്ലാം താൻ ഒറ്റക്കണ്ണനാണെന്നാണല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് രണ്ടാമത്തെ ചിത്രകാരൻ്റെ കാര്യത്തിലും തീരുമാനമായി. മൂന്നാമത് സെലക്ട് ചെയ്യപ്പെട്ട ചിത്രകാരൻ ഈ വിവരം അറിഞ്ഞപ്പോഴേ തന്നെ ടെൻഷനായി. ആൾ രാജകൊട്ടാരത്തിലേക്ക് വരാതെ എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് ആള് ഓടി രക്ഷപ്പെടാനെന്ന് ഓടി കാട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ആൾ വലിയൊരു ദൈവാശ്രയ ബോധമുള്ള ചിത്രകാരനായിരുന്നു. അയാൾ കണ്ണടച്ച് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ വലിയൊരു പ്രതിസന്ധിയിലാണ്. ആ രാജാവിന് ഏത് രീതിയിൽ ചിത്രം വരച്ചാൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണേ. ഒരു വഴിയും കിട്ടുന്നില്ല. ആൾ കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൂരത്തൊരു സ്വരം കേട്ടു. കാട്ടിൽ ദൂരത്ത് ആ സ്വരം കേട്ട ഭാഗത്തേക്ക് നമ്മുടെ ചിത്രകാരൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വേടൻ ഒരു പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുന്ന രംഗമാണ്. ഇത് കണ്ട ഉടനെ നമ്മുടെ ചിത്രകാരൻ്റെ മനസ്സിൽ ഒരു വലിയൊരു ഭാവന ഉണർന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം കാണിച്ചു തന്ന ഒരു കാഴ്ചയാണെന്ന് അദ്ദേഹം സ്വയം ചിന്തിച്ചു. ഭാവന മറ്റൊന്നുമല്ല, ഈ വേടൻ പക്ഷിയെ അമ്പെയ്യുമ്പോൾ ഒരു കണ്ണ് ഇറുക്കി പിടിച്ചു, ഒരു കണ്ണ് മാത്രം തുറന്നാണ് അമ്പെയ്യുന്നത്. ചിത്രകാരൻ്റെ ഉള്ളിൽ പ്രകാശം ഉദിച്ചു. രാജാവിനെ ഒരു വേട്ടക്കാരൻ്റെ രൂപത്തിൽ ചിത്രീകരിച്ചാൽ ഒരു കണ്ണ് അടഞ്ഞിരിക്കുന്നതുമാണ്, ഒരു കണ്ണ് തുറന്നിരിക്കുന്നതുമാണ്. അപ്പോൾ യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതുമാണ്, എന്നാൽ പ്രശ്നമില്ലതാൻ.
തിരികെ വന്ന് ചിത്രകാരൻ മനോഹരമായി രാജാവിനെ വേട്ടക്കാരൻ്റെ രൂപത്തിൽ, അമ്പെയ്യാൻ നിൽക്കുന്ന ഒരു വേട്ടക്കാരൻ്റെ രൂപത്തിൽ രാജാവിൻ്റെ ചിത്രം മനോഹരമായി വരച്ചു. ആ ചിത്രവും ദർബാർ ഹാളിൽ പ്രദർശനത്തിന് വെച്ചു. വന്നവരും കണ്ടവരും എല്ലാം പറഞ്ഞു, എത്ര മനോഹരമാണിത്. രാജാവിൻ്റെ കണ്ണ് ഒരെണ്ണമേ ഉള്ളൂ എന്ന് ആരും അറിയുകയില്ല, എന്നാൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് അത് ഒട്ടും മാറ്റമില്ലാത്തതുമാണ്. നമ്മുടെ ചിത്രകാരന് ധാരാളം സമ്മാനങ്ങൾ കിട്ടി. ആൾ വളരെയധികം സന്തോഷിച്ചു. പ്രിയമുള്ളവരെ, പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് ദൈവാശ്രയമാണ് പ്രാർത്ഥനയിലേക്ക് ഒരാളെ നയിക്കുന്നത്. ആ പ്രാർത്ഥന അയാളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കും, ഒരു ഭാവന ഉണർത്തും. ആ ഭാവനയാണ് പ്രയാസകരമായ സാഹചര്യങ്ങളെ അനായാസമായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത്തരം പ്രതിസന്ധി നിറഞ്ഞ സമയങ്ങൾ വന്നേക്കാം. അപ്പോഴെല്ലാം ദൈവാശ്രയമുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ഒരു പ്രാർത്ഥന ഉള്ളിൽ നിന്നുണരും. ആ പ്രാർത്ഥന നമ്മളെ നയിക്കുന്നത് ഭാവനയിലേക്കാണ്, നല്ല ഭാവനയിലേക്ക്, ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകളിലേക്കാണ്. അത് ആ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് നമ്മെ സഹായിക്കും. ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ പേരിൽ പറയപ്പെടുന്ന ഒരു കഥയുണ്ട്. അദ്ദേഹം തൻ്റെ പര്യടനമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും നാട്ടുകാരെല്ലാവരും പലരും ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തെ വളരെ അങ്ങ് വിലയിടിച്ച് സംസാരിച്ചു. എല്ലാവരും പറയുന്നത് ഇതത്ര വലിയ കാര്യമൊന്നുമല്ല, ഇതാർക്ക് വേണമെങ്കിലും കണ്ടുപിടിക്കാമായിരുന്നു. ഒരിക്കൽ ഒരുമിച്ച് ഒരു ഭക്ഷണശാലയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊളംബസിൻ്റെ പരിചയക്കാരനായ വളരെ അടുപ്പമുള്ളൊരു സുഹൃത്ത് മറ്റൊരാളോട് പറയുന്നത് കൊളംബസ് കേൾക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമൊന്നും വലിയൊരു വിലയുള്ളൊന്നുമല്ല, ലോകം ഉരുണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ ഏതൊരാൾക്കും കഴിയുമായിരുന്നു. അതിപ്പോൾ കൊളംബസ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്, ഇതത്ര വലിയൊരു കണ്ടുപിടുത്തമാണെന്നും പറയാനില്ല. ഇത് കേട്ടിട്ട് കൊളംബസിന് ഉള്ളിൽ വലിയ വിഷമമുണ്ടായി. എങ്കിലും വളരെ ക്ഷമയോടെ അത് കേട്ടിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു കോഴിമുട്ട എടുത്ത് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ്, എല്ലാം നിസ്സാരമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ കോഴിമുട്ട ഒന്ന് മേശപ്പുറത്തൊന്ന് നിവർത്തി വെക്കാവോ? നമ്മുടെ സുഹൃത്ത് ആ കോഴിമുട്ട വാങ്ങിച്ചിട്ട് ആ മേശപ്പുറത്തൊന്ന് നിവർത്തി വെക്കാനായിട്ട് വല്ലാതെ കഷ്ടപ്പെട്ടു. കുറേ അധിക സമയം പരിശ്രമിച്ചു, നടക്കുന്നില്ല. ഒടുവിൽ സുഹൃത്ത് പറഞ്ഞു, ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല, കോഴിമുട്ട എങ്ങനെയാണ് നിവർത്തി വെക്കുന്നത്, നടക്കില്ല. ഉടനെ കൊളംബസ് ആ കോഴിമുട്ട വാങ്ങിച്ചിട്ട് പതുക്കെ ഒന്ന് ഞെരിച്ച് അതിൻ്റെ തോടൊന്ന് പതുക്കെ ഒന്ന് ഞെരിച്ച് അമർത്തി, എന്നിട്ട് സുഖമായിട്ട് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് കൊളംബസ് ചെറിയൊരു ചിരിയോടെ സുഹൃത്തുക്കളെ നോക്കിയിട്ട് പറഞ്ഞു, നിസ്സാരമാണ് കാര്യം, പക്ഷെ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുകയേ വേണ്ടു. എല്ലാ കാര്യങ്ങളും നിസ്സാരമാണ്, പക്ഷെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ നിസ്സാരവൽക്കരിക്കാറുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണ്, ഇതിപ്പോൾ നിസ്സാരമായ കാര്യമാണ്. ശരിയാണ്, ചില നിസ്സാരമായ കാര്യങ്ങൾ തന്നെയാണ് അവരൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത്തരത്തിൽ ചിന്തിക്കാനായിട്ട് ഒരു ദൈവാശ്രയവും ഒരു പ്രാർത്ഥനയും ആവശ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ജീവിതത്തിലും വളരെ പ്രയാസകരമായ ചില സിറ്റുവേഷൻസ് വരാം. അന്നേരം അതിനെയൊക്കെ അനായാസമായിട്ട് സിമ്പിളായിട്ട് അതിനെ അതിജീവിക്കാൻ ദൈവാശ്രയവും പ്രാർത്ഥനയും കൂടിയേ തീരും. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ധാരാളം അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഫരിസേയരും നിയമജ്ഞരും ഒക്കെ വളരെ കുടുക്കിക്കളയുന്ന ചില സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. അനായാസകരമായിട്ടാണ് മറുപടി പറയുന്നത്. പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് രൂപപ്പെട്ട ഉന്നതമായ ജ്ഞാനത്തിൽ നിന്ന് വളരെ ക്രിയേറ്റീവായിട്ട് ഉടനടി മറുപടിയാണ്. എത്ര അനുഭവങ്ങൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് നിയമമുള്ളൊരു നാട്ടിൽ
വല്ലാതെ കുടുക്കിക്കളയാനായിട്ട് മനുഷ്യരെല്ലാവരും കൂടി കല്ലെറിഞ്ഞ് കൊണ്ടുവരുന്നുണ്ട് സ്ത്രീ. ചോദിക്കുന്നുണ്ട്, നീ എന്താ പറയുന്നു? എത്ര നിസ്സാരമായിട്ട് ക്രിയേറ്റീവായിട്ട് നിലത്ത് വെറുതെ ഇങ്ങനെ കുറിച്ചുകൊണ്ട് ക്രിസ്തു ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവരാരാണ്? അവർ അവളെ കല്ലെറിയട്ടെ. എത്ര അനായാസകരമായിട്ടാണ് കൃത്യമായ മറുപടിയും പ്രശ്നത്തിന് പരിഹാരവും കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് സീസറിന് നീതി കൊടുക്കുന്നത് ഉചിതമോ എന്ന് ചോദിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്, സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടത്തിലുമുണ്ട് വളരെ പ്രയാസകരമായ അനുഭവങ്ങളിൽ സിമ്പിളായിട്ട് അതിനെ അതിജീവിക്കുന്നവർ. അവരോടെല്ലാം ചോദിച്ചാൽ അവർ പറയും, ഇത് ബുദ്ധിയുടെ തലത്തിലുള്ള കാര്യങ്ങളല്ല, മറിച്ച് ഇത് ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജ്ഞാനം കൊണ്ട് കിട്ടുന്ന ക്രിയേറ്റിവിറ്റിയാണ്. അവിടെ ഒരല്പം ഒരു ഭാവനയുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രയാസകരമായ അനുഭവങ്ങളെയും സിമ്പിളായിട്ട് പരിഹരിച്ചെടുക്കാൻ കഴിയും. അത് വലിയ സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്ന ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നമ്മൾ വിശുദ്ധന്മാരുടെ ജീവിതം എടുത്താലും അതുതന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്ര പ്രയാസകരമായ അനുഭവങ്ങളെയും വളരെ സിമ്പിളായിട്ട് വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവർ അതിജീവിച്ചത് നമുക്ക് കാണാൻ കഴിയും. നമ്മളൊക്കെ ചിന്തിക്കും, അയ്യോ ഇതൊന്നും എനിക്ക് പറ്റിയ കാര്യങ്ങളല്ല, ഇത് വിശുദ്ധന്മാർക്ക് മാത്രമേ പറ്റൂ. പ്രിയമുള്ളവരെ, സിമ്പിളാണിതെല്ലാം. ചെറുതായിട്ടൊന്ന് ഭാവന ഉണർന്ന് പ്രവർത്തിച്ചാൽ, ചെറുതായിട്ടൊന്ന് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ഉണർത്തിയാൽ സാധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനെന്താണ് വേണ്ടത്? ദൈവാശ്രയവും പ്രാർത്ഥനയും. പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യരിലേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വെളിച്ചം കടന്നു വരും. അങ്ങനെ ആ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിൻ്റെ പരമ്പരകളിൽ അവർ അനായാസമായി അതിനെ അതിജീവിക്കുന്നു. അതിന് നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകിയാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. വെറുതെ ഒന്ന് ദൈവസന്നിധിയിൽ ഇരിക്കാനും ആശ്രയിക്കാനും പ്രാർത്ഥിക്കാനും മാത്രം മനസ്സ് കാണിച്ചാൽ മതി. ബുദ്ധിയെ അതിലംഘിക്കുന്ന ദൈവിക ജ്ഞാനം അനായാസകരമായിട്ട് പ്രശ്നത്തെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കും. അതിനായി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. പോസിറ്റീവ് വൈബ്സുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പുതിയ വീഡിയോയും അതിലെ ദൈവചിന്തയും. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. സ്വന്തം മരണം എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോ നമുക്കിപ്പോൾ കാണാം. पापा स्कूल में ना हमको हिप हॉप सिखा रहे हैं, स्टेप दिखा। नहीं बेटा, बाद अरे पापा कहाँ है? राजू, at least give me a hug before leaving. Come on. जिया, जिया, फोटो आया मेरा, नहीं
किस पेपर में? ऑबिटरी में. 1 अप्रैल अग्रीड, मगर ऐसा मजाक जिसने भी किया, I'm going to fix him. हेलो, I'm talking to you, not to. दादी, काका, आप लोग यहाँ क्या कर रहे हो? जिया, क्या मजाक है ये? I'm dead. मेरा गेम ओवर. पर मैं कैसे मर सकता हूँ? अभी तो कितना कुछ बाकी है. जय, जय बेटा. जय, show me the dance step. जय, जय, चलो आज मैं भी साथ में डांस करूं. जय, जिया, give me a hug. तुम मुझे देख सकती हो ना? जिया, भगवान, क्या आप मुझे एक दिन और दे सकते हो? I just want to hug my wife and dance with my son. Please go. Please. उसके बाद मार देना. Please God, एक दिन. Please God, please, एक दिन. क्या हुआ? कुछ नहीं. सो जाओ, सो जाओ, सो जाओ. सॉरी, सो जाओ. You're living life 9 to 5. Before you know you're 95. Stuck in an endless routine. You never know what could have been. Live it, love it, before you kick the bucket. Life has no replay. Carpe diem seize the day. 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 Live it, love it, before you kick the bucket. Life has no replay. Carpe diem seize the day. 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 മരണത്തിലേക്ക് അടുക്കുന്ന സമയത്ത്
സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഒരവസരം കിട്ടിയാൽ നിങ്ങളുടെ മനസ്സിൽ ഉണരുന്ന കുറ്റബോധങ്ങൾ എന്തൊക്കെയായിരിക്കും? കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നു എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? യഥാർത്ഥത്തിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ജീവിതം നന്നായി ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതും. ഏറ്റവും അർത്ഥപൂർണമായി നമ്മുടെ ജീവിതം ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് മരണത്തിൻ്റെ വക്കോളം എത്തി തിരിച്ചു വന്ന പലരും ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സൂക്ഷിക്കാനും പുതിയ ഒരു വ്യക്തിയായി ജീവിക്കുവാനും തുടങ്ങിയത്. നമ്മൾ കണ്ട ഈ ഒരു കൊച്ചു ചിത്രത്തിലെ കഥാനായകനും സ്വന്തം മരണത്തെ സ്വപ്നം കണ്ടതിലൂടെ തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതം ജീവിച്ചു തുടങ്ങുന്നു. നമ്മുടെ മരണസമയത്ത് ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് അവസരം കിട്ടിയാൽ എന്തൊക്കെയായിരിക്കും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന കുറ്റബോധങ്ങൾ, പശ്ചാത്താപങ്ങൾ? പലരും പറയാറുണ്ട്, മരണസമയത്ത് ചെയ്തു പോയ തെറ്റുകളേക്കാൾ ചെയ്യാതെ പോയ നന്മകൾ, ചെയ്യാമായിരുന്നിട്ടും പല കാര്യങ്ങളും ചെയ്തില്ലല്ലോ എന്നുള്ള ചിന്തകൾ, അവയാണ് ഒരാളുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിക്കുക എന്നത്. ഭൂമിയിൽ മുളയ്ക്കുന്ന ഓരോ ജീവനും വളരുന്നതോടൊപ്പം മരണത്തിലേക്ക് അടുക്കുക കൂടിയാണ് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ എന്ത് എന്ന് തിരിച്ചറിയാനും അവയെ പ്രയോറിറ്റൈസ് ചെയ്യാനും നമുക്ക് കഴിയുക. അതിലേറ്റവും പ്രധാനം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്ന സമയം തന്നെയാണ്. ആ സമയത്തിൻ്റെ ക്വാളിറ്റിയും. നമ്മുടെ കുടുംബത്തോടൊപ്പം, നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം വേണ്ടത്ര സമയം ചിലവഴിക്കാതെ, അവരെ സ്നേഹിക്കാൻ സമയം കണ്ടെത്താതെ നമ്മളിൽ മിക്കവരും നെട്ടോട്ടം ഓടുന്നത് നമ്മുടെ മരണശേഷം അവർക്ക് അനുഭവിക്കാനുള്ള സമ്പാദ്യം കൂട്ടിവെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ മരണത്തിന് ശേഷം അനുഭവിക്കാൻ കിട്ടുന്ന സമ്പാദ്യത്തേക്കാൾ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെയും സാമീപ്യത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഒക്കെ ഓർമ്മകളാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൂടുതൽ ആവശ്യം. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നീതിമാന്മാരുടെ ചിന്തകളെയും പ്രവൃത്തികളെയും പരിശുദ്ധാത്മാവാണ് രൂപപ്പെടുത്തുന്നത്. നിറവ് ഇവിടെ അവസാനിക്കുമ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമീ ജന്മം നിഴൽ പോ